ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് നോക്കാം അല്ലെ ഫ്രണ്ട്സ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് മൂവ്മെന്റ് ആൻഡ് കോർഡിനേഷൻ ഓഫ് നമ്മുടെ തലയിൽ നിന്നും നമ്മുടെ ബോഡി, നമ്മുടെ ലോവർ ബോഡി പാർട്സിലേക്ക്, ഫീറ്റിലേക്ക് ഡെവലപ്മെന്റ് നടക്കുക. ഇതിനെയാണ് അടുത്തത് സ്പേഷ്യൽ ഇന്റലിജൻസ്, അതായത് വിഷ്വൽ സ്പേഷ്യൽ വേൾഡിനെ കറക്റ്റായി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന എന്താ? ഡയറക്ഷൻ, enjoying activities such as drawing. Hi, hello, welcome you all to Entry App. I am Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് CTET-ന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. Which of the following is a gross motor skill? Knitting, swimming, cutting along the outline of a circle on a paper, cutting along the outline of a big rectangle on a paper. Which of the following as a gross motor skill? Gross motor skill ഏതാണ്, ഇതിൽ ഏതാണ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് നോക്കാം അല്ലെ ഫ്രണ്ട്സ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് മൂവ്മെന്റ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ലാർജ് മസിൽ ഗ്രൂപ്സ്, typically involving arms, legs and trunk. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളുടെ ഒരു മസിൽ പോർഷൻ മാത്രമല്ല ഫങ്ഷൻ ചെയ്യുന്നത്, മറിച്ച് ലാർജ് നെറ്റ്വർക്ക് ഓഫ് മസിൽ ഗ്രൂപ്പുകളാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് മുഖാന്തരം പോസ്റ്റുലേറ്റഡ് ആകുന്നത്. ടിപ്പിക്കലി നമ്മുടെ ആംസ്, ലെഗ്സ്, ട്രങ്ക് ഇതെല്ലാം തന്നെ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന സ്കില്ലുകളെയാണ് ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നിൽക്കുന്നു, ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതാ. നമ്മൾ ബൈക്ക് ഓടിക്കുന്നു, അല്ലെങ്കിൽ സ്കേറ്റ് ബോർഡ് ഉപയോഗിക്കുന്നു, നമ്മൾ ഓടുന്നു, നമ്മൾ കുനിയുന്നു, നമ്മൾ എന്തെങ്കിലും സാധനം എറിയുന്നു, നമ്മൾ കൈകൊണ്ട് വേവ് ചെയ്യുന്നു, നമ്മൾ കാർട്ട് വീൽ ചെയ്യുന്നു, നമ്മൾ കൈയും കാലും ഉയർത്തുന്നു, നമ്മൾ സ്വിമ്മ് ചെയ്യുന്നു, ജമ്പിങ്, ട്വിസ്റ്റിംഗ് യോർ ടോസോ, വാക്കിംഗ്, ഇതെല്ലാം എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഗ്രോസ് മോട്ടോർ സ്കില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. These skills are essential for activities that require whole body movement and coordination. Swimming is an excellent example of a gross motor skill because it engages multiple large muscle groups simultaneously in a coordinated manner. അപ്പോൾ ശരിക്ക് ഗ്രോസ് മോട്ടോർ സ്കിൽ ആക്ടിവേറ്റഡ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിൽ ഗ്രൂപ്പ്സും ആക്ടിവേറ്റഡ് ആവുകയും നമ്മൾ നല്ല റിഫ്രഷ്ഡ് ആവുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് പലതരത്തിലുണ്ടല്ലേ, ഫ്രീ സ്റ്റൈല്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ, ഇങ്ങനെ പലതരത്തിലുള്ള നീന്തലുകൾ ഉണ്ട് അല്ലെ. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ, ആംസ്, അപ്പർ ബാക്ക് ഇതെല്ലാം ബേസിക്കലി എന്ത് ചെയ്യാണ്? സൈമൾട്ടേനിയസ്ലി ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻവൈൽ ലെഗ്സ് നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത്, ശരിക്കും സ്വിമ്മിങ് ആണ് ഏറ്റവും നല്ല ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് ലെഗ്സിന് നമ്മൾ കിക്കിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായി സഹായിക്കും. അതുപോലെ കോർ മസിൽസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിൽസ് ഉണ്ട്, അബ്ഡോമൻ മസിൽ, ലോവർ ബാക്ക് മസിൽസ്. ഇതൊക്കെ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ബോഡിയിൽ ഒരുമിച്ച് ആക്ടിവേറ്റഡ് ആവുകയും നമ്മൾ ആ വെള്ളത്തില് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായി സഹായിക്കുകയും ചെയ്യും അല്ലെ. സ്വിമ്മിങ് റിക്വയർസ് coordination between arms, legs and breathing. Proper timing and synchronization of movements are crucial. For example, the swimmer must coordinate arm strokes with the kicking motion and the breathing rhythm. അല്ലെ, നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് ഒരേ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെ. കൈ വർക്കാവുന്നു, കാല് വർക്കാകുന്നു, നമ്മുടെ ബ്രീത്തിങ് റിത്തംസ് കറക്റ്റ് ആകുന്നു, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ സമയത്ത് നടക്കുന്നത്. ഓവറോൾ സ്വിമ്മിംഗ് എൻഗേജസ് multiple large muscle groups in a coordinated manner,
making it a classical example of gross motor skill. It not only promotes physical fitness but also enhances coordination, balance and overall body control. അപ്പൊ ഗ്രോസ് മോട്ടോർ സ്കിൽസ് വരുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല നടക്കുന്നത്, മറിച്ച് നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ മസിൽസും എന്താവുകയാണ് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് ഗ്രോസ് മോട്ടോർ സ്കിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്വിമ്മിങ് ആണ് അല്ലെ. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഫുള്ളി ആക്ടിവേറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളി ആക്ടിവേറ്റഡ് ആവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. അടുത്തത് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോളോ ദ ഡാഷ് ആൻഡ് ഡാഷ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. ഇന്റഗ്രേഷൻ സിമ്പിൾ ടു കോംപ്ലക്സ്, ഡിഫറൻസിയേഷൻ കോംപ്ലക്സ് ടു സിംപ്ലർ, cephalocaudal top down, proximo-distal inner to outer. Proximo-distal top down, cephalocaudal inner to outer. Differentiation simple to complex, integration complex to simple. എന്താണ് cephalocaudal principle? ഈ പ്രിൻസിപ്പിൾ ജനറലി പറയുന്നത് growth and development that occur from head, cephalic region, downward to the feet, caudal region. നമ്മുടെ തലയിൽ നിന്നും നമ്മുടെ ബോഡി, നമ്മുടെ ലോവർ ബോഡി പാർട്സിലേക്ക്, ഫീറ്റിലേക്ക് ഡെവലപ്മെന്റ് നടക്കുക. ഇതിനെയാണ് ജനറലി എന്തായിട്ട് പറയുന്നത്, സെഫാലോകോഡൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഹെഡ് പോർഷൻ, ഹെഡിനെയാണ് സെഫാലിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്നും ഫീറ്റ് റീജിയനിലേക്ക് മൂവ് ചെയ്യുക. ഫീറ്റ് എന്ന് പറഞ്ഞാൽ കോഡൽ റീജിയൻ. ഇത് സെഫാലിക്, ഫീറ്റ് ഇസ് കോഡൽ റീജിയൻ. Next is proximo-distal principle. This principle describes a pattern of growth and development that occurs from the center proximal of the body to outwards. ഉള്ള പോർഷനിൽ നിന്നും, കണ്ടില്ലേ, ഇതാ ഉള്ളിലുള്ള പോർഷനിൽ നിന്നും പുറത്തേക്ക്, നമ്മളെ കൈകളൊക്കെ വളരുന്നത് കണ്ടിട്ടില്ലേ, അപ്പൊ ഉള്ളിലുള്ള പോർഷനിൽ നിന്നും പുറത്തേക്ക് ഡെവലപ്മെന്റ് നടക്കുന്നതിനെയാണ് പ്രോക്സിമോ-ഡിസ്റ്റൽ. നമ്മുടെ തലയിൽ നിന്നും ഫുട്ടിലേക്ക് ഡെവലപ്മെന്റ് നടത്തുന്നതിനെ സെഫാലോകോഡൽ എന്ന്. In this pattern, growth and maturation begin at the core or central parts of the body and extend outwards. During infancy, babies develop control over their trunk and torso muscles before they gain control their arms and legs. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആദ്യം ട്രങ്ക്, ടോർസോ മസിൽസിലൊക്കെ ആയിരിക്കും ആദ്യം അവർക്ക് കൺട്രോൾ കിട്ടുന്നത്, ബിഫോർ ദെയർ ആംസ് ആൻഡ് ലെഗ് കൺട്രോൾ. ഇവിടെ എന്താ റൈറ്റ് ആൻസർ വരുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോളോ, യെസ്, ഒരു സെഫാലോകോഡൽ, നമ്മുടെ ഹെഡിൽ നിന്നും താഴത്തെ പോർഷൻ, പ്രോക്സിമോ കോഡൽ, ഇന്നറിൽ നിന്നും ഔട്ടർ പോർഷൻ. ഇങ്ങനെയായിരിക്കും ഡെവലപ്മെന്റ് വരുന്നത്. അടുത്തത്, അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡ്നർ, a philosopher has dash type of intelligence and a sculptor has more dash type of intelligence. Linguistic interpersonal, spatial intrapersonal, intrapersonal spatial, interpersonal linguistic. ഹവാർഡ് ഗാർഡ്നറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽസിനെ എടുത്തു നോക്കുമ്പോൾ ആ ഇൻഡിവിജ്വലിന് ഒരിക്കലും ഒരു ഏരിയ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത്. അതിലും കൂടുതൽ ക്വാളിറ്റീസ് ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ട്, അല്ലെങ്കിൽ എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഹവാർഡ് ഗാർഡ്നർ തങ്ങളുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഈ ഇന്റലിജൻസ് തിയറി പ്രകാരം ഏകദേശം ഇത്ര തരത്തിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണുള്ളത്: നാച്ചുറലിസ്റ്റിക്, ലിംഗ്വിസ്റ്റിക്, വിഷ്വൽ ഓർ സ്പേഷ്യൽ, മ്യൂസിക്കൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ലോജിക്കൽ, കൈനസ്തെറ്റിക്. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കീവേഡ് ആണ് ലാംഗ്വേജ്. എന്ത് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ എല്ലാം കീവേഡ്സ് പഠിച്ചു വെക്കാനായി ശ്രമിക്കാം. This type of intelligence relates to the ability to use language effectively, including reading, writing, speaking, and understanding spoken and written language. ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് വളരെ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ, വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഒക്കെയുള്ള കഴിവിനെയാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണണമെന്നില്ല അല്ലെ, കാരണം ചില ആൾക്കാർക്ക് പബ്ലിക് സ്പീക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗ് പവർ, ഇതൊക്കെ ഭയങ്കര അധികമായിരിക്കും ചില ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച്. ചില ഇൻഡിവിജ്വൽസിന് അത്രത്തോളം കഴിവ് ഉണ്ടാവണമെന്നുമില്ല.
അപ്പൊ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ ജനറലി ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്താ, ലാംഗ്വേജ് എബിലിറ്റിയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. മാത്സ് ചെയ്യാനും ലോജിക്കൽ റീസണിങ് ചെയ്യാനും ഉള്ള പവർ. നമുക്കൊരു കാര്യത്തെ, ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ഒരു ഡിഡക്റ്റീവ് റീസണിങ്, ജനറൽ ടു പെർട്ടിക്കുലർ, അല്ലെ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞ് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ്. അതുപോലെ അനാലിറ്റിക്കൽ സ്കില്ല് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുക. ജനറലി മാത്തമാറ്റിക്സ്, സയൻസ്, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, പ്രോബ്ലം സോൾവിംഗ് ടാസ്ക്, ഇവിടെയെല്ലാമാണ് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് വരുന്നത്. ശരിക്കും നമ്മൾ ലോജിക്കലി എന്ത് ചെയ്യുക, ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് സ്പേഷ്യൽ ഇന്റലിജൻസ്, അതായത് വിഷ്വൽ സ്പേഷ്യൽ വേൾഡിനെ കറക്റ്റായി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന എന്താ, ഡയറക്ഷൻ, എൻജോയിങ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡ്രോയിങ്, പെയിന്റിംഗ്, സ്കൾപ്റ്റിംഗ്, ആർക്കിടെക്ചർ, ഗ്രാഫിക് ഡിസൈനിങ് ഏരിയയില്, എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള ഏരിയകളില് നമ്മൾ വളരെയധികം എക്സ്പെൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മ്യൂസിക്, നമുക്ക് മെലഡി കേൾക്കുക, അതുപോലെ നല്ല രീതിയിലുള്ള ആസ്വദിച്ച പാട്ട് കേൾക്കാനുള്ള അവസ്ഥ, പിച്ച് തെറ്റിയാൽ പിച്ച് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള കഴിവിനെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ജനറലി മ്യൂസിക്കൽ ക്രിയേറ്റിവിറ്റിയും അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് കമ്പോസിങ്, ഇതിന്റെ അകത്തൊക്കെയുള്ള ആ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ കാലിബറിനെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി കമ്പോസേഴ്സ്, പെർഫോമേഴ്സ്, അതുപോലെ മ്യൂസിക് പഠിപ്പിക്കുന്നവര്, അവർക്കൊക്കെയുള്ള ഇന്റലിജൻസിന്റെ പേരാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. അടുത്ത ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. അവിടെ ഒരാളുടെ ബോഡി മൂവ്മെന്റ്സ്, അതുപോലെ ഓരോ ഒബ്ജക്ട്സിനെയും വളരെയധികം സൂപ്പർവായിട്ട് കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി, ഫിസിക്കൽ കോർഡിനേഷൻ, എജിലിറ്റി, ബാലൻസ്, നമ്മുടെ മോട്ടോ സ്കിൽസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡാൻസ് ചെയ്യുക, സ്പോർട്സ് ആക്ടിവിറ്റി, ആക്ടിങ്, ക്രാഫ്റ്റിംഗ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വരുന്നതാണ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. അതായത് ഇന്റർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയും, മാറിപ്പോകരുത്. ഇന്ററും ഇൻഷെയറും ചിലപ്പോൾ മാറിപ്പോകും. ഇന്റർ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു മനസ്സിലാക്കാനുള്ള, ഇന്ററാക്ട് ചെയ്യാനുള്ള സ്കില്ലിനെയാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എംപതി, സോഷ്യൽ അവയർനെസ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതെല്ലാം ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ശരിക്കും കൊളാബറേഷൻ, ലീഡർഷിപ്പ്, നെഗോസിയേഷൻ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതെല്ലാം ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ആണ്. കൗൺസിലിംഗ്, ടീച്ചിങ്, സെയിൽസ്, മാനേജ്മെന്റ്, പൊളിറ്റിക്സ്, ഇതിലെല്ലാം എക്സ്പെൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ടൈപ്പ് ഓഫ് സ്കിൽ ഉണ്ടാകും? ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സ്കിൽ അവർക്ക് ഉണ്ടാകും. അടുത്തത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. അതായത് സ്വന്തമായി തന്നെ, ഈ ഫിലോസഫേഴ്സ് ഒക്കെയാണ് ജനറലി ഇവിടെ വരുന്നത്. സ്വന്തമായി ഇമോഷൻസിനെ മനസ്സിലാക്കുക, സ്വന്തമായി തന്നെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക, ഓരോ വ്യക്തികളുടെയും വീക്ക്നെസ് എന്താ, എന്റെ വീക്ക്നെസ് എന്താ, എന്റെ സ്ട്രെങ്ത് എന്താ, എന്റെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് മറ്റൊരാളെക്കാൾ നന്നായി എനിക്ക് അവതരിപ്പിക്കാനായി സാധിക്കുക, അതിനെയാണ് ഇൻട്രാ പേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. സെൽഫ് റെഗുലേഷൻ മുതലായ കാര്യങ്ങൾ, ഞാൻ പെട്ടെന്ന് വയലേറ്റഡ് ആകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വയലന്റ് ആകുന്നു, അപ്പൊ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ തന്നെ ടെക്നിക്സ് ഉപയോഗിക്കാം, ഇതൊക്കെയാണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. സൈക്കോളജി, കൗൺസിലിംഗ്, ഓൺടർപ്രീനർഷിപ്പ് മുതലായ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ബേസിക്കലി ഇൻട്രാ പേഴ്സണൽ സ്കിൽസ് ഉള്ളത്. ഇന്റർ അല്ല, ഇന്റർ മീൻസ് പരസ്പരമുള്ളതാണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുക, ജസ്റ്റ് ലൈക്ക് ഫ്ലോറ, ഫോണ, അതുപോലെ നമ്മളുടെ നേച്ചറുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാനായി, എനിക്കിവിടെ ജീവിക്കാൻ താല്പര്യമില്ല, ഈ അന്തരീക്ഷം എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല, അപ്പൊ ആ വ്യക്തിക്ക് എന്തില്ല? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഇല്ല. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്താ വരിക? അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡ്നർ, a philosopher has intrapersonal, അല്ലെ, സ്വന്തമായി മനസ്സിലാക്കാൻ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്, ആൻഡ് സ്കൾപ്ചർ ഹാസ്, നമുക്ക് ഈ സ്പേഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്
സ്പേസ് അല്ലെ സ്കൾപ്റ്ററിന്. സോ സ്പേഷ്യൽ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് CTET-ന്റെ കുറച്ച് PYQs ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.